റെഡി 1 2 3 സ്റ്റാർട്ട്. ഈ ഓണം എന്ന് പറയുമ്പോഴേ പെട്ടെന്ന് ഇങ്ങനെ പഴയകാല ഓർമ്മകൾ ഓണത്തെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓണം കേരളീയരുടെ ദേശീയോത്സവമാണ്. ഓണത്തിന് പുലിക്കളി ഉണ്ടാവും, പൂക്കളടും, പായസം വയ്ക്കും, സദ്യ ഉണ്ടാക്കും. പൂക്കളത്തിനേക്കാൾ ഇമ്പോർട്ടൻസ് ഫുഡിനാണ്. അലുവയും മത്തിക്കറി ഉണ്ടാക്കിയതിന് പിന്നിലുള്ള ചേതോവികാരം സാധാരണ നോർമൽ മനുഷ്യന്മാർ കഴിക്കണ കോമ്പിനേഷൻ അല്ല അവള് ട്രൈ ആപ്പിളും ചായയും. എന്നെ സംബന്ധിച്ച് അതൊരു വെറൈറ്റിയാണ്. നമുക്ക് അങ്ങനെ ബുദ്ധി അധികമുള്ള കൂട്ടത്തിലൊന്നല്ല ഞാൻ. അപ്പോഴും ഇപ്പോഴും അപ്പൊ അറിയായിരുന്നു ആ സമയത്ത് പിന്നെ ഞാൻ പറഞ്ഞ യൂട്യൂബ് ചാനൽ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാ തുടങ്ങിയത്. അല്ല, അതിനെ മുമ്പ് ഞങ്ങളുടെ ലവ് മാരേജ് ആണ്. അപ്പൊ നമുക്ക് ലവ് സ്റ്റോറിയും തുടങ്ങി. കാരണം ഞാൻ പറയട്ടെ, ഞാൻ പറയും, എന്റെ അപ്പനും അമ്മയും പറഞ്ഞു തിന്നാൻ മാത്രമേ അറിയുള്ളൂ, റെസ്പെക്ട് കൊടുക്കുന്നില്ല, കൊഞ്ചല് കൂടുതലാണ്, ഓവറാണ്, അഹങ്കാരമാണ്, അങ്ങനെ കുറെ കമന്റ്സ് വരുവാണ്. ഈ പൈസ പറഞ്ഞതിലും മുന്നേ നിനക്ക് എന്താ വേണ്ട, ലാപ്ടോപ്പോ ഫോണോ എന്താച്ചാ വാങ്ങി തരാന്ന് പറഞ്ഞു വേണ്ട. അപ്പൊ അതെന്താ കാരണം? ഇനിയിപ്പൊ അതങ്ങാനും എടുത്തിട്ട് മറ്റേ സ്ത്രീധനത്തിൽ കുറയോ തമാശക്ക് പറഞ്ഞതായിരിക്കും. ഓട്ടെ പറഞ്ഞു, ഇങ്ങനെയാണ് ഉണ്ടായത്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞത്. കാര്യമായിട്ട് പറഞ്ഞു. ഫേവറേറ്റ് ഫുഡ് ടൈം ഉണ്ടാവുമല്ലോ. ബ്രഞ്ചാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലല്ലോ. ഇതിൽ ഞങ്ങളുടെ മോട്ടീവ് തന്നെ ഇതാ, ഓൺലി അല്ല ഓൺലി അത്തച്ചമയത്തിന് പ്രസിദ്ധമായ സ്ഥലം. തോറ്റു കൊടുക്ക്, സാധനം കൊടുക്ക്. മാവേലി വന്നിട്ട് 3 വരം തരാമെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചോദിക്കും? എന്നൊരു 10 കോടി തരാൻ പറയാം. 10 കോടി എത്ര പൂജ ഉണ്ടെന്ന് അറിയോ? ഒളരിയിൽ മുരളി കളരി പഠിക്കാൻ പോയി. ഇതും മര്യാദക്ക് പറഞ്ഞിട്ട് നീ കണ്ടില്ല. ഓണം കേറാ മൂല എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയും. എനിക്കത് പറയണ്ട, പറയാ. ഞാനേ ഇന്ന് പുതിയൊരു റോളിലാ. മൈജി ബ്രാൻഡ് അഡ്വൈസർ. സെമി ഓട്ടോമാറ്റിക്, ഫുള്ളി ഓട്ടോമാറ്റിക്, ഫ്രണ്ട് ലോഡ്, ടോപ്പ് ലോഡ്, വാഷിംഗ് മെഷീന്റെ വൈഡ് റേഞ്ച് അല്ലേ മൈജിയിൽ. ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ നിന്നാണെന്ന് തീരുമാനിച്ചാൽ മനസമാധാനം അത് ഉറപ്പ്. മൈജി ഫ്യൂച്ചർ, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് സ്റ്റോർ. എല്ലാവർക്കും മാറ്റിൻ ലൈവിലേക്ക് സ്വാഗതം. ഓണമൊക്കെ ആയിട്ട് ഇന്ന് ഓണവിശേഷങ്ങളുമായിട്ട് നമ്മുടെ കൂടെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഡീസാബ് യൂട്യൂബിലെ സ്റ്റെബി ചേട്ടനും ഡിന്നിയാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. നമുക്കതിനെ സ്വാഗതം ചെയ്യാം. വെൽക്കം ടു മാറ്റി. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. ഓണത്തിന്റെ പരിപാടികളൊക്കെ? ഓണം പ്രിപ്പറേഷൻസ് ഒക്കെ? ഓണം പ്രിപ്പറേഷൻസ് നന്നായിട്ട് പോകുന്നു. നമുക്കങ്ങനെ ഓണത്തിന് അങ്ങനെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഒന്നും ഉണ്ടാവാറൊന്നുമില്ല. ഫുഡാണ് എന്റെ മെയിൻ ഫുഡാണ്. പിന്നുള്ളത് പാലട പായസം. അത് എവിടെ നിന്നായാലും ഞാൻ പോയി വാങ്ങും. പാലട നിർബന്ധമാണ്, അത് മസ്റ്റാണ്. അല്ല, വേറെ ഒന്നും നമ്മൾ എവിടെയും വാങ്ങാറില്ല. പക്ഷെ അന്ന് പാലട കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. എവിടെന്നെങ്കിലും ഞാൻ പോയിട്ട് വാങ്ങും. പിന്നെ കൂടുതലും കല്യാണം കഴിഞ്ഞാലും കൂടി ഓണം ശരിക്കും ഞാൻ സ്റ്റെഫിന്റെ വീട്ടിൽ നിന്നിട്ടില്ല. ഞാൻ ഓണത്തിന് ഇതുവരെ അവിടെ ഉണ്ടായിട്ടില്ല. ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. അറിയാണ്ട് ഉണ്ടായിട്ടുണ്ടാവും, അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ കൂടുതല് ഞാൻ എന്റെ വീട്ടിലുണ്ടാവാറ്. അത് ആളില്ലാത്ത കാരണം കൊണ്ടാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യവും വരാനായിട്ട് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. എന്റെ ഡെലിവറി ഓണത്തിന്റെ പിറ്റേ ദിവസമായിരുന്നു എനിക്ക് സിസേറിയൻ. അപ്പൊ എന്റെ വീട്ടിലായിരുന്നു ഞാൻ. അപ്പൊ ഇപ്രാവശ്യം ഒരാളും കൂടെ ഉണ്ട്. ഇപ്രാവശ്യം അത് മറന്നുപോയി. സത്യം, അത് മറന്നുപോയി. നിങ്ങൾ എന്നെ മറന്നുപോയെന്ന്. ഈ ഓണത്തിന് അവനും കൂടി ഉണ്ട്, ഒരു വയസ്സായി. ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു. ഈ ബർത്ത്ഡേക്ക് അവനും കൂടി ഉണ്ട്. അല്ല, സോറി, ഒരാള് കൂടി ഉണ്ട്. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് ഈ ഓണം എന്ന് പറയുമ്പോഴേ നമുക്ക് എപ്പോഴും കല്യാണത്തിന് മുമ്പ് ഓണാഘോഷം വേറെ രീതിയായിരിക്കും, കല്യാണത്തിന് ശേഷം കുറച്ചുകൂടെ മാറും. ഇപ്പം വാവയും കൂടെ വന്നപ്പോ അതൊരു വേറെ ഇതാ. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ പഴയകാല ഓർമ്മകൾ ഓണത്തെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 കാലഘട്ടത്തെ കുറിച്ച് എന്തായിരിക്കും പറയാനുള്ളത്? അല്ല, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാല് കല്യാണത്തിന് മുമ്പ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടായിരിക്കും കൂടുതലുണ്ടാവുക. കല്യാണത്തിന് ശേഷം ഫാമിലി കല്യാണത്തിന് ശേഷം ഇല്ല. അല്ല, ഞാൻ നാട്ടിലുണ്ടെങ്കിലുള്ള കാര്യം. പക്ഷെ നാട്ടിലില്ല. ഞാൻ പാരീസിലായിരിക്കും. ആര് പറഞ്ഞപ്പോഴാ നമുക്ക് പുതിയ പ്രേക്ഷകരുണ്ടല്ലോ. അപ്പം എന്താണ് നമ്മുടെ യൂട്യൂബ് മാത്രമാണോ അതോ ചേട്ടൻ എന്തെങ്കിലും വേറെ ജോലി ചെയ്യുന്നത്? അല്ല, ബിസിനസ് ഉണ്ട്, ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പുറത്താണ്. ശരി, ഞാനൊരു 5 years ആയിട്ട് പാരീസിലാണ്.
അപ്പോ അതാണ് അവള് പറഞ്ഞത്, ഞാൻ നാട്ടിൽ ഉണ്ടാവുകയാണെങ്കിലുള്ള കേസ് പറഞ്ഞത്. പിന്നെ 3ാമത്തെ കേസ് വെച്ചത് ഉണ്ണിയായിട്ടുള്ളത്, അത് ഇപ്രാവശ്യം നടക്കാൻ പോണേ ഉള്ളൂ. അത് ഇപ്രാവശ്യം അറിയാം എന്തായിരിക്കും അവസ്ഥ. ഇപ്രാവശ്യം എന്തായിരിക്കും, ഫുഡ് കഴിക്കും, അതന്നെ അവന് ഫുഡ് കഴിക്കണം, ഫുഡൊക്കെ കഴിക്കും. അവന് ചോറ് മാത്രം മതി. അത് നമ്മള് കഴിക്കണ നമ്മള് കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും എല്ലാം കഴിച്ചോളൂ. പിന്നെ അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എന്റെ കല്യാണത്തിന് മുന്നും കല്യാണത്തിന് ശേഷവും എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്റ്റെപ്ചാന്റെ വീട്ടിലുണ്ടായിട്ടില്ല അധികം ഓണത്തിന്. എന്റെ വീട്ടിൽ തന്നെയായിരുന്നു. രാവിലെ ഇട്ട് ഞാൻ രാവിലെ അല്ല, തലേദിവസം ഞാൻ അമ്മോട് പറയും, എന്നാ എനിക്ക് ഇന്ന് സാമ്പാർ പപ്പട ആവിയില്ല അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരു പൂക്കളത്തിനേക്കാൾ ഇമ്പോർട്ടൻസ് ഫുഡിനാണ്. കാരണം അന്നാണ് നമ്മള് വെജ് ഉണ്ടാക്കുക, നോൺ വെജാണ്. അന്നാണ് സദ്യ കൊറേ ഉണ്ടാക്കും. കൊറേ എനിക്കിഷ്ടം സദ്യ, ഇങ്ങനെ കൊറേ ഇങ്ങനെ ഇതൊക്കെ വെച്ച് ഇലയിലൊക്കെ ചോറിനാൻ എനിക്കിഷ്ടം. ഞാൻ പറയാം, അപ്പൊ അമ്മ എന്നത് എന്നൊക്കെ പറഞ്ഞു. വർഷത്തിൽ ഒരു ദിവസം ഉള്ളതിന്റെ പേരിൽ അതിലേക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ തോന്നുന്നു. ആണല്ലേ? ഉച്ചക്ക് മാത്രം ഉണ്ടാവാറുള്ളൂ വെജിറ്റേറിയൻ, വൈകുന്നേരം പിന്നെ നോൺ. അല്ലല്ല, ഞാൻ അകത്ത് ദിവസം ഫുള്ള് തന്നെയാ കഴിക്കുക. പക്ഷെ എന്റെ അനീത്തി അങ്ങനെയല്ല. അവള് പറയും, എന്തൊരു സാമ്പാർ പപ്പടം, കുറച്ച് ചിക്കൻ വറുത്തതാ, കുറച്ച് മീൻ വറുത്തത് ഉണ്ടെങ്കിൽ അവൾക്കത് ഇഷ്ടമാണ്. അവള് അങ്ങനെയാണ്. പക്ഷെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആദ്യമൊക്കെ ഞങ്ങള് പൂക്കളടായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെ വലുതായപ്പോഴില്ലേ മടിയായി. പണ്ട് എന്റെ വീട്ടിലൊക്കെ ഞാനാണ് പൂക്കളിടുക. അതെ, ഞാനാണ് മെയിൻ ആയിട്ട് പൂക്കളിടുക. പക്ഷെ കഴിഞ്ഞ പോലെ ഞാൻ പൂക്കളിടുക, ഞാൻ പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഓണത്തിന്റെ പിറ്റേ ദിവസം സിസേറിയൻ ആണ്. പക്ഷെ എന്നാലും ഞാൻ തലേദിവസം ഞാൻ പൂക്കളൊക്കെ ഇട്ട് അത് എന്റെ ഒരു സമാധാനത്തിന് പോകും. ഇനി ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടതാണ്. അതെ, അപ്പൊ അത് കാരണം ഞാൻ ചെയ്യാൻ പറ്റിയില്ലെന്ന് വെച്ചിട്ട് ആ ഒരു പൂതി തീർക്കാൻ വേണ്ടി. ഇല്ല, ഞാനും കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞു, അത് അങ്ങനെ ഞാൻ ഇട്ടിട്ട്. അപ്പൊ ഈ ഓണത്തിന് നാട്ടില് ഇപ്പൊ ഇതുവരെ ഉണ്ട്, ഇനി ഇത് കഴിഞ്ഞുണ്ടാവും. യൂട്യൂബ് കൊറേ വർഷം മുമ്പ് തുടങ്ങിയല്ലോ, എന്ന് വെച്ചാൽ ഒറ്റയ്ക്കായിരുന്നല്ലേ സ്റ്റാർട്ട് ചെയ്തപ്പോ ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം, അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടാമെന്നുള്ളൊരു തോട്ട് വന്നിട്ടുണ്ടായിരുന്നു? എപ്പോഴായിരുന്നു തോട്ട് വന്നത്? കൊറോണ ടൈമിലാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അത് അന്ന് എല്ലാവരും വീട്ടിലിരിക്കുക, ഞാനും വീട്ടിലിരിക്കുക. ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ് ആയിരുന്നു അന്ന് ഫുള്ള്. ഓൺലൈൻ ക്ലാസ് ആയാലും നമ്മൾ എത്ര പ്രാവശ്യം കയറിയിരിക്കും, എത്ര നേരം ഇരിക്കും, ബോറടിക്കില്ലേ? പിന്നെ നമുക്ക് പുറത്ത് പോകാൻ പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. അങ്ങനെ നോക്കുമ്പം എന്റെ ഫ്രണ്ട്സ് ഒക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുക, എല്ലാവരും. ഞാനും എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങാണല്ലോ, എന്താ? അപ്പൊ ഞാനും വിചാരിച്ചോ അന്ന് ഞാനും തുടങ്ങാം. എല്ലാവരും തുടങ്ങുന്നു, അപ്പൊ ഇന്ന് ഞാനും തുടങ്ങാന്ന് പറഞ്ഞ അങ്ങനെ തുടങ്ങിയതാ. അല്ലാണ്ട് യൂട്യൂബിലേക്ക് വരണം, അല്ലെങ്കിൽ അങ്ങനെ യൂട്യൂബർ ആവണം എന്നുള്ള ചിന്ത അങ്ങനെ ഒന്നുമില്ല. ചുമ്മാ എല്ലാവരും ചെയ്ത് കണ്ടപ്പോ എനിക്കും ഒരാഗ്രഹം, ഞാനും തുടങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങി. അപ്പൊ വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട് ഉണ്ടാവല്ലോ, അപ്പൊ അത്ര അറിയില്ലെന്ന് തോന്നല്ലേ? ചുമ്മാ തുടങ്ങിയത് കൊണ്ട് എനിക്ക് തന്നെ അറിയില്ല എന്താ സംഭവം എന്നുള്ളത്. പിന്നെ ഇങ്ങനെ അവർക്കറിയണേ, അവര് യൂട്യൂബ് കാണും, വീഡിയോസ് കാണും എന്നല്ലാണ്ട് അവർക്കൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങള് മനസ്സിലാവണത്. അതെനിക്കും അങ്ങനെ ഇനി മനസ്സിലായത്. ആദ്യം തുടങ്ങുമ്പോ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് തുടങ്ങി, അത്രയ്ക്കേ ഉള്ളൂ. ആ അലുവയും മത്തിക്കറി ഉണ്ടാക്കിയതിന് പിന്നിലുള്ള ചേതോവികാരം അതെങ്ങനെ ആ വീഡിയോ കിട്ടിയേ? എല്ലാം കണ്ടിട്ടുണ്ട്. അതുപോലെ മറ്റേ SSLCയുടെ മോട്ടിവേഷൻ അതൊക്കെ പണ്ടത്തെ വീഡിയോസാ. അലുവയും മത്തിക്കറിയും നമ്മൾ ഉണ്ടാക്കിയത് നമ്മള് മറ്റേ കണ്ടന്റ് ഓറിയന്റഡ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അതാണ്. പക്ഷെ നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം അങ്ങനെയാണ്, അങ്ങനെ ഒരു തോട്ടായിരുന്നു. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. അപ്പൊ അതാവുമ്പോ നമ്മുടെ ഒരു പ്രസന്റേഷൻ സ്റ്റൈല്, ഇപ്പൊ നമ്മുടെ വീട്ടിലത്തെ പൂച്ചകളെ ആരും കാണിച്ചിട്ടുണ്ടാവില്ല. അതെ, പൂച്ചയുടെ വീഡിയോ. പേർഷ്യൻ കാറ്റ്സിനൊക്കെ എല്ലാവരും കാണിക്കും, നമ്മുടെ ചാവാലി പൂച്ചകളെ ആരും കാണിക്കില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ തന്നെ തുടങ്ങും. വീട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ പൂച്ചകള്, അതെ, ഒക്കെ ചാവാലി പൂച്ചകൾ, ഒന്നും പേർഷ്യൻ കാറ്റ്സ് ഒന്നുമല്ല. അവരെ വെച്ച് ഇങ്ങനെ തുടങ്ങി. അപ്പൊ അതൊരു വെറൈറ്റി ആണല്ലോ, എന്നെ സംബന്ധിച്ച് അതൊരു വെറൈറ്റിയാ. നമുക്ക് അങ്ങനെ ബുദ്ധിയൊന്നും അധികമുള്ള കൂട്ടത്തിലൊന്നല്ല ഞാൻ. അപ്പോഴും അതെ, അപ്പോഴും സത്യം.
അപ്പം അങ്ങനെ തുടങ്ങിയതാണ് അത്. അപ്പൊ ഒരു വെറൈറ്റി കണ്ടന്റ് എന്നുള്ള രീതിക്ക് അലിവിൻ മത്തിക്കറിയും ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ച് പിന്നെ അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടു. പക്ഷെ നല്ല കോമ്പിനേഷൻ അല്ലേ അത്? നല്ല അത്യാവശ്യം നല്ല കോമ്പിനേഷൻ. മധുരവും മധുരം. ഇപ്പൊ നമ്മള് ബീഫും പഴംപൊരിയും കഴിക്കണില്ലേ, അതിന്റെ കോമ്പിനേഷൻ എന്താ? മധുരവും എരിവും. അത് തന്നെയാണ് അതും, മധുരവും എരിവും. അങ്ങനെ വെറൈറ്റികളൊക്കെ ട്രൈ ചെയ്യാറുണ്ടോ തോന്നുന്നില്ല? എന്റെ ഒരു വെറൈറ്റിയാണ് ചപ്പാത്തിയും പഴവും. അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട്. വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ചപ്പാത്തിയും പഴവും, നൂഡിൽസും പഴവും, അതൊക്കെ ഞാൻ. വേറെ എന്തോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉണ്ടായിരുന്നു. പുട്ടും പഴവും പപ്പടവും കടലും. അങ്ങനെ എന്തൊക്കെ വേറെ സാധാരണ നോർമൽ മനുഷ്യന്മാര് കഴിക്കണ കോമ്പിനേഷൻ അല്ല അവള് ട്രൈ ചെയ്യാം. ആപ്പിളും ചായയും ഞാൻ കഴിക്കും. എനിക്കിഷ്ടം അത്. നല്ലതാ, നല്ല കോമ്പിനേഷൻ ആണ് അത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. സീരിയസ് ആയിട്ട് പറയാം. കാരണം നമ്മള് ആപ്പിൾ ആദ്യം കഴിക്കുക, എന്നിട്ട് ചായ കുടിക്കുക. അപ്പൊ ഒരു പ്രത്യേക ഒരു തണുപ്പോ ഒരു ടേസ്റ്റ്. ഏതൊരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ ഈ വീഡിയോ ഇട്ടതിന് ശേഷം കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള വേറെ ആൾക്കാരും കുറെ കമന്റുകൾ ഉണ്ടായിരുന്നു അവര് ട്രൈ ചെയ്യണതായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഭയങ്കര ഇപ്പോഴത്തെ ആൾക്കാരിൽ വേറെ പിന്നല്ലാണ്ട് അതങ്ങനെ. അത് ഇച്ചിരി ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതൊക്കെ ട്രൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെയല്ല പറയുന്നത്. അങ്ങനെയാണത്, ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക്. അതുപോലെ ഇപ്പൊ ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്യാതെ പുറത്തിങ്ങനെ ആകാംക്ഷയായിട്ട് അത് ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഷ്ടപ്പെട്ട് പോയി നോക്കിയിട്ട് പാളിപ്പോയ എന്തെങ്കിലും സാധനങ്ങളുണ്ട്? ഫുഡാ? അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഇഷ്ടപ്പെടും. അതാണ് ഇപ്പൊ ആരൊക്കെ പൊട്ട, അതെ, ആരൊക്കെ പൊട്ടയെന്ന് പറഞ്ഞാലും എനിക്കത് ഇഷ്ടമാവും. അതെ, നമുക്ക് ഇന്നത് ടേസ്റ്റ് നോക്കാന്നുള്ളതിന്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ ടേസ്റ്റ് നോക്കാന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. നമ്മുടെ വായിൽ കിട്ടിയത് നമ്മൾ കഴിക്കും. നമുക്ക് അത്രയ്ക്ക് അറിയുള്ളൂ. ഇന്നലെയും കൂടി മറ്റേ അതെ, ഇന്നലെയും കൂടി ഞങ്ങള് പോയിട്ട് എന്തൊക്കെ കഴിച്ചെന്ന് അറിയുന്ന പാൽക്കപ്പ, ബീഫ്, നെയ്പത്തല് ബീഫ്. ഞാൻ അത് ആദ്യമായിട്ട് കഴിക്കണേ. നെയ്പത്തല് ബീഫൊക്കെ പക്ഷെ നല്ല രസമുണ്ട്, കഴിക്കാൻ നല്ല രസമുണ്ട്. നിങ്ങളുടെ ഏരിയയിലാണല്ലോ അതൊക്കെ ഉള്ള, മലബാർ ഏരിയയില് നെയ്പത്തല് കേട്ടിട്ടും കൂടി ക്രിസ്ത്യൻ അല്ലേ സോന? അപ്പൊ നമ്മളായിരിക്കില്ല അത് കൂടുതലല്ല. അങ്ങനെയൊന്നുമില്ല. അല്ല, ഒരുപാട് പലഹാരങ്ങൾ സ്പെഷ്യൽ ആയിട്ടൊക്കെ പലഹാരങ്ങൾ, സ്നാക്സ് ഉണ്ട്. മുട്ടപ്പത്തിരി, മുട്ടമാല, മുട്ട സുറക്ക, അങ്ങനെയുള്ള സാധനങ്ങളില്ലേ? അറിയാം. അല്ല, എന്റെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ അറിയാവുന്നതാ. ആദ്യം തുടങ്ങിയ സമയത്ത് ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ അറിയായിരുന്നു ആ സമയത്ത്? പിന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാ തുടങ്ങിയത്? അല്ല, അതിനേ മുമ്പ് ഞങ്ങളുടെ ലവ് മാരേജ് ആണ്. അപ്പൊ നമുക്ക് ലവ് സ്റ്റോറിയും തുടങ്ങാം. ലവ് സ്റ്റോറി ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളുടെ പേജിൽ കിടക്കുന്നുണ്ട്. അവിടെ പോയി കാണുന്നു, അവിടെ പോയി കണ്ടാവും ഇത്. അല്ല, സിമ്പിൾ ആയിട്ട് പറയാന്ന് വെച്ചാല്, ഞാന് ഇവള് +2 പഠിക്കുമ്പോ ഞാൻ ഡിഗ്രിക്ക് പഠിക്കണു. സെയിം ഏരിയയിൽ തന്നെയായിരുന്നു. അങ്ങനെ മീറ്റ് ചെയ്തതാണ്. വീട്ടിലൊന്നും പ്രശ്നമൊന്നുമില്ലാതെ? ഇല്ല, വീട്ടില് പ്രശ്നമൊന്നുമില്ല. എന്തിനു പ്രശ്നം? ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അടുത്തടുത്താണോ? അല്ലല്ല, അല്ല, ഡിസ്റ്റൻസ് ഒരു 30 കിലോമീറ്റർ വീടായിട്ട്, അത്രേ ഉള്ളൂ. പഠിക്കുമ്പോ ഒരേ കോമ്പൗണ്ടിലായിരുന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിക്കണു, ഇവിടെ +2 പഠിക്കുന്നു. അപ്പൊ ഈ ഒറ്റയ്ക്ക് വീഡിയോസ് എടുത്തെടുത്ത് ഒരാളും കൂടെ വന്നപ്പോ അങ്ങ് ഭയങ്കര കളറായി. അപ്പം ആ ഒരു മാറ്റോ? ഒറ്റയ്ക്ക് വെച്ചാൽ ഞാൻ എന്റെ അപ്പന്റെ കൂടെ പോവാറ്. അപ്പനും ഞാനായിരുന്നു ആദ്യം വീഡിയോ എടുക്കാനൊക്കെ പോയിരുന്നത്. പക്ഷെ വീഡിയോയുടെ ഫ്രണ്ടിൽ പറയണത് ഞാൻ മാത്രം. അങ്ങനെയാണ്. ആദ്യം ഞാൻ ചോദിക്കാം, ആരായിരുന്നു അപ്പൊ വീഡിയോ എടുത്തിരുന്നത്, എഡിറ്റ് ചെയ്യുന്നതൊക്കെ? ആദ്യത്തെ വീഡിയോ എനിക്ക് എടുത്തത് എന്റെ ചേട്ടനാ, എന്റെ വലിയ മേഡം, എന്റെ കസിൻ ചേട്ടൻ. വീടിന്റെ തൊട്ടടുത്ത് തന്നെയാ. അപ്പൊ ചേട്ടൻ വന്നിട്ടാണ് എനിക്ക് വീഡിയോ എടുത്തത്. പിന്നീട് ചേട്ടൻ ദുബായിക്ക് പോയി. പിന്നെ ഞാനും എന്റെ അപ്പനും കൂടിയിട്ടാ പോവാറ്. അന്ന് മറ്റേ സെലിബ്രിറ്റീസിന്റെ വീഡിയോസിനൊക്കെ പോവല്ലോ, വീടുകൾ കാണിക്കാൻ പോവല്ലോ. ഞാനും എന്റെ അപ്പനാ പോവാറ്. ആള് ഫ്രണ്ടിൽ വരില്ല എന്നുള്ള. അപ്പോഴാണ് എനിക്ക് വീഡിയോസ്. അല്ല, ആ ടൈമിൽ വൺ മാൻ ഷോ ആയിരുന്നു. ഇന്ററാക്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആർക്കും അങ്ങനെ സംസാരിക്കാനോ അങ്ങനെയുള്ള ആ ഒരു ഇതില്ല, ആർക്കും ഇല്ല. അപ്പൊ പിന്നെ എനിക്ക് മാത്രമേ പറ്റുള്ളൂ. പിന്നെ അപ്പൻ തന്നെയാണ് വീഡിയോ എടുത്തിരുന്നത്. വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഞാൻ തന്നെയാണ്, വേറെ ആരും അല്ല, ഞാൻ തന്നെയാണ് ചെയ്യാറ്. ഞാൻ പാതിരാത്രിക്ക് ഇരുന്ന് കഷ്ടപ്പെട്ടിരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാറുണ്ട്. കാരണം അന്ന് ഫോൺ എൻ്റെ കയ്യിൽ iPhone 6 ആണ്. 6s അല്ലല്ലോ, 6 ആണ് ഉള്ളത്. അത് ശരിയാണ് തന്ന ഫോൺ. അതിലാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. എഡിറ്റിങ്ങും അതിൽ തന്നെയായിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ പോലെ അഡ്വാൻസ്ഡ് അല്ല അത്. ആ ഫോൺ അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ അങ്ങനെ സ്പേസ് ഒക്കെ കഴിയുമ്പോ ഹാങ് ആവല, അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. കുറെ പ്രശ്നങ്ങൾ. ഞാൻ പാതിരാത്രി മുഴുവൻ ഇരുന്ന് ഇങ്ങനെ എഡിറ്റ് ചെയ്യും. പിന്നെ എഡിറ്റ് ചെയ്ത് മുഴുവൻ ഡിലീറ്റ് ആയി പോകും.
അത് ഞാൻ ചെയ്യണതല്ല, അത് അങ്ങനെ ആയി പോണതാണ്. സ്റ്റോറേജ് ഒക്കെ കുറവായിരുന്നു. സ്റ്റോറേജും കുറവാ, എല്ലാതും കുറവാ. പക്ഷെ നമ്മൾ എടുക്കണ വീഡിയോസിന്റെ ലെങ്ത് കുറെ ഉണ്ട്, അത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴും കുറെ ഉണ്ട്. എന്നിട്ട് അന്ന് കുറെ എഡിറ്റ് ചെയ്യാനൊക്കെ കുറെ കഷ്ടപ്പാടായിരുന്നു. പക്ഷെ നമുക്കത് പ്രശ്നമല്ല, നമുക്ക് പിന്നെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ അങ്ങോട്ട് ആ ഒരു ഫ്ലോ അല്ല അങ്ങോട്ട് പോയി. ക്ലാസ്സിന് ഇതൊന്നും പറ്റില്ല. ഇപ്പൊ ആരാ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എടുക്കും വീഡിയോസ് എടുക്കുമ്പോ ഒരുമിച്ച് ഷൂട്ട് ചെയ്തത് ഞാൻ തന്നെയായിരിക്കും. അത് ഒരുമിച്ച് രണ്ടുപേരും കൂടി ഇന്ററാക്ഷൻസ് ഉണ്ടാവും. എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ അവള് തന്നെയാണ്. ഇപ്പോഴും ഞാൻ നോക്കാറില്ല, എനിക്കവിടെ സമയമില്ല, അതുകൊണ്ട് അറിയില്ല, ക്ഷമയില്ല. ഇരിക്കാനുള്ള ഇതുപോലെ എഡിറ്റ് ഭയങ്കര പേഷ്യൻസ് വേണ്ട ജോബാ. എനിക്കതില്ല, സമയമില്ല. സമയം ഉണ്ടോ? സമയമില്ല, ക്ഷമയില്ല. ഇപ്പൊ എങ്ങനെയാ അതൊക്കെ നടക്കുന്നത്? മീൻസ് വാവയും കൂടെ വന്നു കഴിഞ്ഞപ്പോ അതിനുള്ള സമയം എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ എന്റെ വീട്ടിൽ വരും. അതായത് കുറെ വീഡിയോസ് നമ്മൾ ഒരുമിച്ച് എടുക്കും. എന്നിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് കുറെ ടൈം വേണ്ടി വരുന്നതിന് അവളുടെ അവിടെ നിന്ന് എഡിറ്റ് ചെയ്യും. അവിടെ ആകുമ്പോ പിന്നെ എന്റെ അടുത്തേക്ക് ഉണ്ണി അധികം വരും. അല്ല, വീട്ടിലായാലും അമ്മിച്ച് ഓക്കെയാണ്. പക്ഷെ പിന്നെ എന്തെങ്കിലും ചെയ്യാനായിട്ട് അമ്മച്ചിക്ക് വേറെ ആരും ഇല്ല കൊടുക്കാനുണ്ട്. അവിടെ ആകുമ്പോ അപ്പൻ, അമ്മാമ്മ, അമ്മയൊക്കെ ഉണ്ട്. അപ്പൊ മാറി മാറി ഉണ്ണീനെ നോക്കാനും പറ്റും. ഞാനും പിന്നെ ഫുൾ ബിസി ആയാലും ഉണ്ണീനെ ഞാൻ നോക്കല് കുറവായിരിക്കും. അതാ അടുത്ത ഞാൻ ചോദിക്കാൻ വന്നേ. അതിപ്പം വാവയും കൂടെ വന്നു കഴിഞ്ഞപ്പോ രണ്ടുപേർക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവല്ലോ. മീൻസ് ഒറ്റയ്ക്കുള്ളത് നിന്നിട്ട് എന്തൊക്കെയാ ഒരു അച്ഛൻ ഒരു അമ്മ എന്നൊക്കെ പറയുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ പ്രത്യേക മാറ്റങ്ങളൊന്നും വന്നിട്ട് എനിക്ക് ഫീൽ ചെയ്യണില്ല. ഒരു ഫാദർ ആയി, അത്രേ ഉള്ളൂ. വേറെ ലൈഫിൽ കുറെ ഉറക്കങ്ങൾ കുറെ ഇല്ലെങ്കിൽ കുറച്ചൊക്കെ പോയി, അത്രേ ഉള്ളൂ. എന്റെ പണ്ടേ ഇല്ല, ഉറക്കമൊന്നും പണ്ടേ ഇല്ല. കാരണം ഈ ബിസിനസ് ഒക്കെ തുടങ്ങിയ പിന്നെ ഉറക്കം എന്ന് പറഞ്ഞത് ആള് കണ്ടിട്ടില്ലേ, കണ്ടിട്ടില്ലേ. ടൈമില്ല. അത് അല്ല, ആളെ കുറ്റം പറയാൻ പറ്റില്ല. ബിസിനസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, നമ്മൾ 24 hours എപ്പോഴും അവൈലബിൾ ആയിരിക്കണം, അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ പിന്നെയും ആ 24 hours എന്നുള്ളത് ഒരു 13 hours ഒക്കെ ആയിട്ടുണ്ട്. അതെ, ബാക്കി ഒരു 8 മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടുന്നുണ്ട്. 8 മണിക്കൂർ ഉറക്കല്ല, ഉറക്കം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് ആണ്. അങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് ടൈമില്ല, എനിക്ക് ഒട്ടും ടൈമില്ല. എനിക്കതാ പറഞ്ഞ, എനിക്ക് ടൈമില്ല. എനിക്കിപ്പോ ഒന്നിനും സമയം കിട്ടുന്നില്ല. എനിക്ക് എന്റെ സമയം തികയണില്ല. എനിക്കിപ്പോ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യണം. അതുപോലെ ഉണ്ണി, ഞാൻ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവൻ എപ്പോഴും എന്റെ അടുത്തേക്ക് വരും. വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഓക്കെയാണ്. ആരുടെ കൂടെ വേലും അവൻ പൊക്കോളും. പക്ഷെ ഞാൻ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവൻ എപ്പോഴും എന്നെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം. അതെ, ഞാനൊന്ന് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് ബുദ്ധിമുട്ടാ. വീട്ടിലില്ലെങ്കിൽ നമുക്ക് ഓക്കെയാണ്. പക്ഷെ വീട്ടിലുള്ള ദിവസം എനിക്ക് എഡിറ്റ് ചെയ്യാനോ അങ്ങനത്തെ പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഒന്നും എപ്പോഴും എൻ്റെ അടുത്തുള്ള കാരണം കൊണ്ട്. പിന്നെ എനിക്ക് ഒരു ഇതുള്ളത്, എനിക്ക് വേണ്ടി ഒരു സമയം എനിക്ക് കിട്ടുന്നില്ല. അത് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി തന്നെയാണ്. എന്നാലും അല്ലാതെ ഫ്രീ ടൈം കിട്ടുന്നില്ല. ഞാനപ്പോ അത് ആലോചിക്കും, എനിക്കിനി എന്നാണ് ഞാനായിട്ടൊന്ന് ഇരിക്കാൻ. അല്ല, ഞാൻ വായിക്കാറുണ്ട്. എനിക്കിഷ്ടം നോവൽസ് ഒക്കെ വായിക്കാൻ എനിക്കിഷ്ടം. ഞാൻ വായിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ അതിനുള്ള സമയം ഒന്നും എനിക്ക് കിട്ടുന്നു. അതെ, കഴിഞ്ഞ ദിവസം ഞങ്ങള് മാളിലേക്ക് പോയപ്പോ ബുക്ക് സ്റ്റാളിൽ കയറി. ഏതോ ബുക്ക് നീ എടുത്ത? ഞാൻ കുറച്ച് ബുക്സ് നോക്കി. അപ്പൊ ഞാൻ അവിടെ ചോദിച്ചു, നീ ഇത് എടുത്തിട്ട് എപ്പോ വായിക്കാനാ? അപ്പൊ പിന്നെ അവൾക്ക് തന്നെ മനസ്സിലായി, റിലൈസ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് പോകും. അല്ല, എനിക്ക് അതിനായിട്ടുള്ള ഒരു സമയം അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഇനിയിപ്പോ ഉണ്ണി ഒരു സമയം ആവണ വരെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഈ ഒരു യാത്രയുണ്ടല്ലോ, ആദ്യത്തെ ആ ഒരു വീഡിയോസിൽ നിന്ന് ഇപ്പൊ എത്തി നിൽക്കുന്നേ. അപ്പൊ അതിലൊരുപാട് സങ്കടങ്ങളുണ്ടാവും, സന്തോഷങ്ങളുണ്ടാവും. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു യൂട്യൂബ് യാത്ര വെച്ച് നോക്കുകയാണെങ്കിൽ കമന്റുകളായിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് സന്തോഷം തോന്നിയതും ഒരുപാട് സങ്കടം തോന്നിയതായിട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അല്ല എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കമന്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് പോസിറ്റീവും വരാറുണ്ട്, നെഗറ്റീവും വരാറുണ്ട്. ഇപ്പൊ നെഗറ്റീവ് വരണത് തന്നെ നമ്മളെ എൻകറേജ് ചെയ്യുന്നുള്ള രീതിയിൽ വരാറുണ്ട്, നെഗറ്റീവ് ഉണ്ട്. അല്ലാണ്ട് വളരെ മോശമായിട്ടുള്ള സംഭവം വരാറുണ്ട്. അങ്ങനെ വരണതൊക്കെ നമ്മളത് ഇഗ്നോർ ചെയ്ത് കളയും. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കും, അത്രേ ഉള്ളൂ. കമന്റ്സിനെയാണ് നമ്മൾ നോക്കി കാണുന്നുണ്ടെങ്കിൽ. വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണൊക്കെ സമയത്ത് പലരും കളിയാക്കാറുണ്ട്. ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, അതുണ്ടോ ഇതുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. സംഭവം തമാശയായിട്ടായിരിക്കും ചോദിക്കണത്. അതിപ്പോ ഈവൻ ഫാമിലി തമാശയായിട്ടായിരിക്കും ചോദിക്കണത്. പക്ഷെ ചില സമയത്ത് നമുക്ക് കൊള്ളണ്ടോടത്ത് കൊള്ളൂ. അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. ചിലര് കളിയാക്കാറുണ്ട്. ഈ
ഈ എന്താ പറയാ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനായാലും ഇങ്ങനെ വളവളവളാന്ന് സംസാരിക്കണ കൂട്ടത്തിലാ ഇതില്. അപ്പൊ ചിലരിങ്ങനെ പറയും ഇങ്ങനെ നെഗറ്റീവായിട്ട് നമ്മുടെ അടുത്ത് ഫാമിലി അതിപ്പോ നമ്മളെ കളിയാക്കണ രീതിയിൽ പറയാറുണ്ട്. ഞാനത് ആ ഒരു സെൻസിൽ എടുക്കെങ്കിലും കൂടി ഒരാളെ എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അപ്പൊ നമ്മുടെ മൈൻഡ് ശരിയല്ലാത്ത സമയത്ത് എനിക്കത് ഭയങ്കര ദേഷ്യം വരും. ഞാൻ ഒന്നും മിണ്ടൊന്നുമില്ല, പിന്നെ ഞാൻ അവരെ മൈൻഡ് ചെയ്യില്ല. അതാണ് ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് ഞാൻ തിരികെ. അല്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അല്ല പിന്നെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. എന്തിനാ ഈ കുടുംബ വഴക്കൊക്കെ നമ്മൾ വെറുതെ ഉണ്ടാക്കാൻ പോണ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കമന്റ് റിയാക്ഷൻ ഇപ്പൊ കുറെ നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്, അതുപോലെ പോസിറ്റീവ് ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ട് അല്ലാതെ കമന്റ് റിപ്ലൈ കൊടുത്തിട്ടൊന്നും നമ്മൾ അത് റിയാക്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഇപ്പൊ ഒരു അവസരം തരുവാണ് നെഗറ്റീവ് കമന്റ്സ്. ഇപ്പൊ ഒരുപാട് പറയുകയാണെങ്കിൽ തിന്നാൻ മാത്രമേ അറിയുള്ളൂ, റെസ്പെക്ട് കൊടുക്കുന്നില്ല, കൊഞ്ചല് കൂടുതലാണ്, ഓവറാണ്, അഹങ്കാരമാണ്, അങ്ങനെ കുറെ കമന്റ്സ് വരുവാണ്. അപ്പൊ അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ആ കമന്റ്സിനോടൊക്കെ ഒന്ന് കിട്ടുവാണെങ്കിൽ ഓക്കെ. അല്ല, ഒന്നാമത്തെ കാര്യം എന്താ സംഭവിച്ചാല്, നമ്മൾ വീഡിയോയുടെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിക്കൂടി ഒരു 10 മിനിറ്റോ 12 മിനിറ്റോ 15 മിനിറ്റോ മാക്സിമം. ആ ഒരു ടൈം പീരീഡിൽ ഒരിക്കലും ഒരാളുടെ ക്യാരക്ടർ ഒന്നും ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് എക്സ്പ്രസ് ചെയ്യാനും പറ്റില്ല. നമ്മൾ എങ്ങനെയാണ് റിയൽ ലൈഫിലായിട്ടുള്ളത് ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ നമ്മുടെ വീഡിയോ കോഡിങ് കാണിക്കുന്നത്. ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, എക്സാക്ട് അത് റോ ഫുട്ടേജ് പോലെ തന്നെയാണ്. ജസ്റ്റ് ഞങ്ങളുടെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവള് പറഞ്ഞ പോലെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് എഡിറ്റിംഗ് ഒന്നുമില്ല, ജസ്റ്റ് എല്ലാം ജോയിൻ ചെയ്ത് വെക്കുക, അത്രേ ഉള്ളൂ. അതാണ് എല്ലാ ഫാമിലിയിലും എല്ലാരും ചെയ്യുന്ന അത്രയ്ക്കേ ഉള്ളൂ. ഇപ്പൊ റെസ്പെക്ട് ഇല്ല എന്ന് പറയുന്നത് ഇപ്പൊ കൂടുതൽ ഉദ്ദേശിക്കുന്നത് ചിലപ്പോ എന്നോടോ അല്ലെങ്കിൽ അമ്മിച്ചോടോ ഒക്കെ ആയിരിക്കാം. പക്ഷെ അതൊക്കെ ഈ പറഞ്ഞ പോലെ ആ വീഡിയോ ഓൺ ആക്കി റെസ്പെക്ട് കാണിക്കാനായിട്ട് പറ്റില്ലല്ലോ. അതില്ലാത്ത സമയത്ത് ചിലപ്പോൾ റെസ്പെക്ട് കൊടുക്കണ്ടാവും. ചിലപ്പോൾ വീഡിയോ ഓൺ ആക്കുന്ന സമയത്ത് ചിലപ്പോൾ അമ്മിച്ചിന്റെ മൈൻഡ് ഉണ്ടാവില്ല, എന്നോടായിരിക്കും സംസാരിക്കുക, ഉണ്ണിനോടായിരിക്കും സംസാരിക്കുക, ചിലപ്പോൾ ക്യാമറ ഓഫ് ആക്കിയതിന് ശേഷം ആയിരിക്കും സംസാരിക്കേണ്ടാവും, അതൊന്നും ചിലപ്പോൾ ഷൂട്ട് ചെയ്യണ്ടാവില്ല. അപ്പൊ അതൊക്കെ വെച്ചിട്ടായിരിക്കും അവര് ജഡ്ജ് ചെയ്യണത്. പിന്നെ ആൾക്കാരുകൾ പറയാറുണ്ട്, കമന്റ്സ് ഞാൻ കാണാറുണ്ട്, പിന്നെ അത് പറഞ്ഞ് ക്ലാരിഫൈ ചെയ്യാനായിട്ട് നമ്മൾ മെനക്കെടാറില്ല. പറയണവരവിടെ നിന്ന് പറയുമ്പോ അവള് നോക്കാറില്ല, ഞാനാ നോക്കാറുള്ളൂ. ചിലത് ഞാൻ ഹാർട്ട് വിടും, അത്രേ ഉള്ളൂ. അല്ല, അങ്ങനെ കമന്റ്സിന് റിപ്ലൈ കൊടുത്തിട്ട് എന്താ കാര്യം? പറയാനുള്ളവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിപ്പോ ഏത് നല്ല കാര്യത്തിനായാലും നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്, ഏത് നല്ല കാര്യത്തിൽ. കോഴ്സ് ഇപ്പൊ നമ്മള് വീഡിയോ ഇടുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ്. ഡെഫിനറ്റ്ലി പോസിറ്റീവ്സും വരും നെഗറ്റീവും വരും. പോസിറ്റീവ് പറഞ്ഞവരും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, ഇഗ്നോർ നെഗറ്റീവ് ഇഗ്നോർ ചെയ്യേണ്ടത് ഇഗ്നോർ ചെയ്യും. അതെ, പോസിറ്റീവ് കമന്റ്സ് ഉണ്ട്. ഇപ്പൊ നല്ല വൈബുള്ള കപ്പിൾസ് എന്നുവെച്ചാൽ രണ്ടുപേരും ഒരു നല്ല വൈബിൽ വന്നാലേ ഇതുപോലെ ഫുഡ് കഴിക്കാൻ പോകുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എല്ലാവർക്കും ഒന്നും കിട്ടൂല. ചിലപ്പോ അസൂയ കൊണ്ട് പറയുന്നത്. ചിലപ്പോ ഇപ്പൊ ഞാനിപ്പോ കല്യാണം കഴിഞ്ഞ് വന്ന വീട്ടില് കാണിക്കണ പോലെ അങ്ങനത്തെ കുറെ കമന്റ്സ് ആ കുശുമ്പോണ്ട് പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ ഫുഡിന്റെ കേസ് നേരത്തെ ഫസ്റ്റ് എന്താ പറഞ്ഞോട്, ഫസ്റ്റ് തീറ്റ എല്ലാവരും കഴിക്കണ ആൾക്കാരുകൾ തന്നെയാണ്, നമ്മളും കഴിക്കണത് തന്നെയാണ്. ഇപ്പൊ ഒരു വീഡിയോന്റെ മുമ്പിൽ അവള് നിന്നിട്ട് ഇത്രയ്ക്കും സാധനങ്ങൾ കാണിച്ചു കഴിഞ്ഞാല് എല്ലാവരുടെ വിചാരം അത് മുഴുവൻ ഇവള് കഴിക്കണതാന്നാ. അതൊരിക്കലും അങ്ങനെയല്ല, അതെല്ലാവരും വീട്ടിലുള്ള എല്ലാവരും ഷെയർ ചെയ്തിട്ട് കഴിക്കണേ. പിന്നെ നമ്മളതിന് ക്ലാരിഫിക്കേഷൻ ഒന്നും കൊടുത്തില്ല എന്നുള്ളൂ, അത്രേ ഉള്ളൂ. നമുക്ക് അല്ല കൊടുത്തിട്ട് കാര്യമില്ല, അതങ്ങനെയാണ്. നമുക്ക് ഓരോരുത്തരുടെ അവരെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ പറയണവര് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മള് പിന്നെ എന്തിനാ മൈൻഡ് ചെയ്യാൻ പോയാലാണ് നമുക്ക് ബുദ്ധിമുട്ട്. അത് അങ്ങോട്ട് ഇഗ്നോർ ചെയ്ത് കളഞ്ഞാൽ പിന്നെ. അതുപോലെ നല്ല കമന്റ് ഉണ്ട്, നല്ല ഫാമിലി സപ്പോർട്ട്. ഇപ്പൊ രണ്ടുപേരുടെ ഫാമിലി എന്നായാലും നല്ല സപ്പോർട്ട് കാണാൻ പറ്റും. അതുപോലെ ഭാഗ്യവാന്മാർ അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ. എല്ലാവർക്കും പറ്റാത്തൊരു കാര്യമാണല്ലോ. ഇപ്പൊ നമ്മളിപ്പം ഫാമിലി വ്ളോഗ്സ് ആണല്ലോ ചെയ്യുന്നത്. അതൊന്നും അല്ലാതെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിട്ട് ഒരു കോമഡിയോ അല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ ഉള്ള വീഡിയോസ് ചെയ്യാമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പിന്നെ അല്ലാണ്ട് അത് എപ്പോഴെപ്പോഴും നമ്മൾ ചിന്തിക്കും, നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. സമയപരിധി കൊണ്ടാണത്. സമയമില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു 2 വീക്ക് മുമ്പ് യൂട്യൂബിന്റെ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയപ്പോഴും അവരതിനെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ ഞങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, സമയം ഉണ്ടാക്കിയിട്ട് എപ്പോഴെങ്കിലും ചെറിയ ചെറിയ വീഡിയോസ് ഷോർട്സ് പോലെയൊക്കെ ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിൽ ഇപ്പൊ നമ്മള് ചെറുതായിട്ട് ഇതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിനകത്ത് അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരുപാട് ചെയ്തിട്ടില്ല. പക്ഷെ ഇനി കുറച്ച് ദിവസം അങ്ങനെ ചെയ്യാവുന്ന പ്ലാനിങ് ഉണ്ട്. ഇല്ല, എനിക്ക് കണ്ടന്റ് വല്ലതൊക്കെ കുറവാ, ആൾക്ക് തന്നെയാണ് പറഞ്ഞത് കൂടുതല്. പക്ഷെ ഒരു കാര്യം, ഈ യൂട്യൂബിന്റെ ഇവന്റിന് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്,
ഇനി നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. അല്ല കുറച്ച് മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു കിട്ടി, അവിടുത്തെ സ്പീച്ചും കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുമ്പോ എനിക്ക് മനസ്സിലായി ഇനി ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഇച്ചിരി കൂടി നമുക്ക് ഇനി കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്യണം, കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്യണം, അങ്ങനെ ഒരു ചിന്ത എനിക്ക് തോന്നി. അത് എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോ ഇനി ആ സമയത്തിന്റെ എന്തെങ്കിലും ആയിരിക്കും, അങ്ങനെ തോന്നി, അത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ വേറെ ചെയ്യണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കുറച്ചൊക്കെ നമ്മൾ എടുത്ത് വച്ചിട്ടൊക്കെ ഉണ്ട്. ഇടാൻ പറ്റട്ടെ, അതെ സമയമില്ലാത്തോണ്ടാ. അതെ ഇടാൻ പറ്റട്ടെ. നമ്മള് ഫുൾ ടൈം യൂട്യൂബിലല്ല, സോഷ്യൽ മീഡിയയിൽ ഫുൾ ടൈം അല്ല, നമുക്ക് വേറെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ടൈം കിട്ടാത്തത്. ഫുൾ ടൈം യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പക്ഷെ ഇത് നമുക്ക് അങ്ങനെയല്ലല്ലോ. യൂട്യൂബ് അല്ല നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്, യൂട്യൂബ് അല്ല അത്. ഇത് നമുക്കൊരു പാർട്ടായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുള്ളൂ. അതെ അതെ. യൂട്യൂബ് റവന്യൂ കൊണ്ട് ഫസ്റ്റ് വാങ്ങിച്ചത് എന്താന്ന് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് റവന്യൂ അവളുടെ കയ്യിലാ വന്നത്. എനിക്ക് കിട്ടി. എന്തെങ്കിലും വാങ്ങിച്ചോ? ഇല്ലില്ല, എന്റെ റവന്യൂന് മുമ്പ് എല്ലാം മേടിച്ചായിരുന്നു, ലൈക്ക് ഗോപ്രോയൊക്കെ വാങ്ങിയിട്ടുണ്ടായി. അതിന് മുന്നേ വാങ്ങിച്ചായിരുന്നു. അതൊക്കെ വാങ്ങി, അതിനുമ്പ് ഞാൻ മേടിച്ചു കൊടുത്തു. അതെ എന്റെ അപ്പനമ്മ പറയുന്നത് കാരണം ഞാൻ പറയട്ടെ, എന്റെ അപ്പനമ്മയും പറഞ്ഞു ഈ പൈസ വരണേല് മുന്നേ നിനക്ക് എന്താ വേണ്ട, ലാപ്ടോപ്പോ ഫോണോ ഗോപ്രോയോ എന്താ വേണ്ടേന്ന് ചോദിച്ചു. എന്താച്ചാ വാങ്ങി തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല, അപ്പൊ പുനസ് പറഞ്ഞു വേണ്ട ഞാൻ വാങ്ങി തന്നോളാം എന്ന് പറഞ്ഞു. അപ്പൊ അതെന്താ കാരണം, ഇനിയിപ്പൊ അതങ്ങാനും എടുത്തിട്ട് മറ്റേ സ്ത്രീധനത്തിൽ കുറയോ അതുകൊണ്ടാണ് ആള് വാങ്ങിയത്. അങ്ങനെയല്ല, സ്ത്രീധനത്തിൽ കുറഞ്ഞാലോ എന്ന് ഞാൻ വാങ്ങിയരാന്ന് പറഞ്ഞിട്ടാണ് ആള് വാങ്ങിയത്. അന്ന് അങ്ങനെ പറഞ്ഞു. ചിലപ്പോ തമാശക്ക് പറഞ്ഞതായിരിക്കും, വോട്ടവർ എങ്ങനെയാണ് ഉണ്ടായത്. കാര്യമായിട്ട് പറഞ്ഞ ചേട്ടനെ സപ്പോർട്ട് ചെയ്താണ് എല്ലാം വാങ്ങിച്ചാൽ നല്ല ചെയ്യട്ടെ. അവിടെ വന്നപ്പോ അമ്മച്ചിക്ക് ഓക്കെ ആയിരുന്നു ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ? അമ്മച്ചിക്ക് ഇപ്പൊ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. അമ്മച്ചി ഇടയ്ക്ക് പറയും, നാളെ പറഞ്ഞു ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങിയാണ്. അമ്മച്ചി പറഞ്ഞു, പക്ഷെ അത് അങ്ങനെ ഞങ്ങൾ ഇവിടെ തന്നെ എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും, വലിയ സമയം കിട്ടില്ല. നല്ലൊരു ഐഡിയ ആണ്. എന്നും കുറെ സ്പെഷ്യൽസ് ഒക്കെ കാണിക്കുന്നു. ഹൈലൈറ്റ് സാധനം കഴുകാനുള്ള പാത്രങ്ങൾ പിന്നെ വെള്ളം. പക്ഷെ അതിന് കുറെ നെഗറ്റീവ്സ് വരും, പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ. കൊച്ചു പിള്ളേരില്ലേ, കൊച്ചു പിള്ളേര് കാണുന്നുണ്ട് ഈ വീഡിയോസ് ഒക്കെ. അപ്പോ എനിക്ക് തോന്നണേ ഒരു ദിവസം ഞാൻ പള്ളിയിലേക്ക് പോയപ്പോ അവിടുത്തെ ഒരമ്മയും കുട്ടിയും വന്നേക്ക. അപ്പൊ അമ്മ പറയാ ഇവളാന്ന് എപ്പോഴും വീഡിയോ ഇരുന്ന് കാണുന്നത്, ഇത് കൊച്ചുകുട്ടിയെ. കഴിഞ്ഞ ദിവസം ചായ കുടിക്കാൻ പോയപ്പോ ഉണ്ടായ കൊച്ചുകുട്ടി എല്ലാ ദിവസവും ഇരുന്ന് വീഡിയോ കാണുന്നു. കൊറേ കൊച്ചു പിള്ളേര് കാണുന്നുണ്ട്, ഫുൾ ടൈം ഇരുന്ന് വീഡിയോ കാണുന്നവരുണ്ട്. പക്ഷെ അവന് ഇഷ്ടാ, അവന് വീഡിയോ വരാൻ ഇഷ്ടാ. അവൻ വീഡിയോയില് ഇപ്പൊ ലൈക്ക് ചെയ്യാനൊക്കെ പറയുന്നത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഇങ്ങനെ പിന്നെ ഞാൻ എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കണ സമയത്ത് അവൻ വരും. അവനെ കൊണ്ടുപോകില്ല. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് സൗണ്ട് വരാണ്ടിരിക്കാൻ വേണ്ടി അവനെ റൂമിലേക്ക് ആക്കാൻ പറയും, പക്ഷെ എന്നാലും അവൻ സമ്മതിക്കില്ല. അവൻ എന്റെ അടുത്തേക്ക് വരും. കറന്റ്ലി കുഴപ്പമില്ല, ഇനിയിപ്പൊ എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് സെഗ്മെന്റിലേക്ക് പോവാം. അപ്പൊ കൂടുതൽ ഫുഡാണല്ലോ നമ്മള്, അല്ലേ? ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി. സത്യം വരച്ച് നമുക്ക് ഫുഡ് കഴിക്കാൻ അങ്ങനെ ഇഷ്ടമുള്ള കൂട്ടത്തിലൊന്നല്ല, കിട്ടിയത് കഴിക്കും. പക്ഷെ നമ്മൾ ഇതിനു വേണ്ടി ഇപ്പൊ ഫുഡ് കൊറേ വീട്ടിലുണ്ടാക്കുമ്പോ നമ്മൾ ജസ്റ്റ് ഇടുന്നു, അത്രയ്ക്കേ ഉള്ളൂ. അതിന് വീഡിയോക്ക് വേണ്ടി ഉണ്ടാക്കണതല്ല, നോർമലി വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകൾ തന്നെയാണ് അത് കാണിക്കണമെന്നേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ എപ്പോഴും പോയി തിന്നണ പരിപാടിയൊന്നും അല്ല. കൂടുതലും പുറത്തുനിന്ന് തന്നെയൊക്കെ തന്നെയാണ് ഫുഡ്. കുറച്ച് കൺട്രോൾ ചെയ്ത് തുടങ്ങിയേക്കാണ് പുറത്തുനിന്ന് കഴിക്കണത്. ആരെതിന് നന്നായിട്ട് കുക്ക് ചെയ്യുന്നത്? രണ്ടുപേരും കുക്ക് ചെയ്യും. രണ്ടുപേരും കുക്കൊക്കെ ചെയ്യും, പക്ഷെ വീട്ടില് കൂടുതൽ അമ്മച്ചി തന്നെ ഉണ്ടാക്കാറ്. വീട്ടിൽ അമ്മച്ചി തന്നെ ഉണ്ടാക്കാറ്. ഇപ്പൊ ഞാനും ഉണ്ടാക്കും കേട്ടോ. ചിക്കൻ മാത്രം. ചിക്കനാണ് ഉണ്ടാക്കാൻ ഇഷ്ടം. അല്ല, ചിക്കനാണ് ഇപ്പൊ കൂടുതൽ കഴിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ചിക്കൻ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ ദിവസവും ചിക്കൻ ഉണ്ട്. നമുക്ക് പ്രോട്ടീൻ ചിക്കനാണ്, എല്ലാം വേണം. അതുകൊണ്ട് നമ്മള് ചിക്കൻ ഉണ്ടാക്കും എല്ലാ ദിവസവും. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാമേ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ചോദിക്കും.
അപ്പം ചേട്ടനെ കുറിച്ച് ചോദിച്ചാല് ചേട്ടന് അതിന്റെ കറക്റ്റ് ആൻസർ അറിയാലോ. അപ്പൊ ഡിന്നി തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പണിഷ്മെന്റ് ചെയ്യാം. ഓക്കെ. പൊന്നൂസ് ആദ്യമായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കി തന്നൊരു ഫുഡ് ഓർമ്മയുണ്ട്? എനിക്ക് ഓർമ്മയില്ല. നിനക്ക് ഓർമ്മയുണ്ടോ? ചിക്കൻ. ചിക്കനാ? മറന്നു, ആദ്യം തന്നെ തെറ്റിച്ചു. വെറുതെ ഗസ് അടിക്കാറില്ല, ചുമ്മാ അങ്ങ് പറയാം. ഇപ്പൊ ചിക്കൻ നിർത്തുള്ളൂ. ചിക്കനാണ്. അപ്പൊ നമുക്കൊരു എല്ലാം സെയിം ആണോ? ഓണത്തിന്റെ കുറച്ച് സിനിമയിലുള്ള 3 ഓണപ്പാട്ടുകളാ. സിനിമയിലുള്ള 3 ഓണപ്പാട്ടുകള് ഏതാടി? ഹെൽപ്പ് ചെയ്യോ? ഇവളാണ് പാട്ടൊക്കെ പഠിച്ചേക്കണ ആള്. പാട്ട് പാടോ? പാട്ട് പാടും. അറിയണ്ടേ? പാട്ട് പാടും. പള്ളിയിലൊക്കെ കോർ ഗ്രൂപ്പിലൊക്കെ ഉണ്ടായതല്ലേ ഈ 3 പാട്ടുകൾ പാടും. ഒരു പാട്ട് പാടും. സത്യമായിട്ട് എനിക്ക് അറിയില്ല, ഈ പാട്ടേ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. മറ്റേ പൂവിളി പൂവിളി പൊന്നോണമായി എന്നുള്ള പാട്ട് സിനിമയിലുള്ളതാണോ? സിനിമയിലാണോ? പിന്നെ ഉണ്ട് തിരുവാവണിരാവ് അതൊന്ന്. പിന്നെ അടുത്തത് അതേത് സിനിമയിലെയാ? തിരുവാവണിരാവ് ജേക്കബിന്റെ സ്വർഗരാജ്യം. ഓ, അടുത്തത് 2 ഞാൻ പറഞ്ഞില്ല, ഒന്ന് നീ പറ. 2 ഒരെണ്ണം ഞാൻ പറഞ്ഞു, ഒരെണ്ണം നീ പറഞ്ഞു. നീ പറ. 2 വെച്ച് അഡ്ജസ്റ്റ് ആയി തിരിച്ചതിലിടണോ? പിന്നെ വരും. വേണ്ട, പിന്നെയും വരും. ചേട്ടന്റെ ഫേവറേറ്റ് അല്ല ഇനി ഫേവറേറ്റ് ഫുഡാണോ? എന്നോടാ ചോദിക്കണേ. ഫുഡ് സ്പോട്ട്, ഒരു എപ്പോഴും പോയി കഴിക്കാൻ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടാവല്ലോ ഫേവറേറ്റ് ആയിട്ട്? അങ്ങനത്തെ സ്ഥലങ്ങളൊന്നുമില്ല, തട്ടുകടകളാണ് കൂടുതൽ ഇഷ്ടം. ആണോ? തട്ടുകടകളാണ് എനിക്ക് അങ്ങനത്തെ ഫുഡുകൾ കഴിക്കാനൊക്കെ കൂടുതൽ ഇഷ്ടം. അല്ലാണ്ട് അങ്ങനത്തെ ലൈക്ക് ഇപ്പൊ ചൈനീസ് ഡിഷസോ അങ്ങനത്തെ കാര്യങ്ങൾ, ലോക്കൽ ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇവളൊക്കെയാണ് ആ ചോദിക്കും. ഞാൻ ഫസ്റ്റ് പറഞ്ഞു KFC. ഷോ അടുത്തതായിരുന്നു, അയ്യോ അതും കൂടെ പോയത്. ഓക്കെ, കുക്ക് ചെയ്യാൻ വേണ്ടി കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളതാണ്? ഒരേപോലെ പറഞ്ഞ പണിഷ്മെന്റ് ഇല്ല. അതാരോടാ? രണ്ടുപേരും കൂടെ കൂടുതൽ ഇൻട്രസ്റ്റ്. എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. നിനക്കുണ്ടോ? കുക്ക് ഞാൻ ചെയ്യും. ആ ഇൻട്രസ്റ്റ് ആയിട്ടല്ല, നമ്മൾ എന്തായാലും ചെയ്യണല്ലോ, കഴിക്കാനുണ്ടെങ്കിലും കഴിക്കണല്ലോ. കുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളത് എനിക്ക്. അപ്പൊ കുക്ക് ചെയ്യില്ലാന്നുള്ളൂ. ഇൻട്രസ്റ്റഡ് ആയിട്ട് കാര്യമില്ലല്ലോ, അതിലേക്ക് എന്തെങ്കിലും പോണ്ടേ, അത് ചെയ്യില്ല. ചേട്ടന്റെ ഫേവറേറ്റ് വെജിറ്റബിൾ? കൂടുതലും നോൺ വെജ് ആണ്. വെജിറ്റബിൾ ഇഷ്ടമല്ല. ഇതൊക്കെ ഇഷ്ടം. എനിക്ക് ഇഷ്ടമല്ലാത്തൊക്കെ ആൾക്കും ഇഷ്ടം. അമരക്കായ, ബീൻസ്, ഇതൊക്കെ ആൾക്ക് ഇഷ്ടം. ബീൻസ് ഒക്കെ ഇഷ്ടം. ബീൻസ് ഇഷ്ടം. പക്ഷെ വെജീസ് ഇഷ്ടല്ല. വെജീസ് ഉണ്ടെങ്കിൽ ചോറൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എഴുതിയത് കൂടുതൽ നോൺ വെജ് ആണല്ലോ. വെജിറ്റബിൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഉരുളക്കിഴങ്ങ് ഇഷ്ടം. ഉരുളക്കിഴങ്ങ്. പിന്നെ നിങ്ങളൊരു ഫേവറേറ്റ് ഫുഡ് ടൈം ഉണ്ടാവല്ലോ, മീൻസ് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ടീ, ഡിന്നർ, ഇതില് കൂടുതൽ ആസ്വദിച്ച് ഒരു സമയം ഉണ്ടാവല്ലോ, അതേതാ? അവളോടാണോ ചോദ്യം? രണ്ടുപേരോടും കൂടെ. ബ്രഞ്ച്. അല്ല, പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കണതൊക്കെ കുറവാണ്. പിന്നെ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ പുറത്തേക്ക് പോവാ ചെയ്യുക, ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക്. അതായിരിക്കും നമ്മളുടെ കൂടുതൽ ഗുഡ് ടൈം ഉണ്ടാവാറ് അല്ലേ? ബ്രഞ്ചാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലല്ലോ. ലേറ്റ് ആയിട്ടാണ് ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കും ചെയ്യും. 9 മണി 9 മണിക്ക് എഴുന്നേൽക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാവിലെ കഴിക്കാൻ നേരമില്ല, അതും ഉച്ചക്കലത്തെ കൂടി ബ്രഞ്ച്. അതാണ് നമ്മുടെ ടൈം. അതും ഒരുമിച്ചൊന്നല്ല കഴിക്കുക, എന്റെ സൗകര്യത്തിന് ഞാൻ കഴിക്കും, അവളുടെ സൗകര്യത്തിന് അവളും കഴിക്കും. ഒരുമിച്ച് കഴിക്കാനായിട്ട് പറ്റുമായിരുന്നു ഉണ്ണിക്കുള്ളതിന് മുന്നേ. സമയം മൊത്തത്തിൽ തെറ്റി കിടക്കുന്നല്ലേ? അതെ, ബുദ്ധിമുട്ടുണ്ട്. പൊന്നൂന്റെ ഫേവറേറ്റ് സ്വീറ്റ്? ഡയറി മിൽക്ക്. ഇഷ്ടല്ലേ? എന്താ വെച്ച് കഴിഞ്ഞാ ഡയറി മിൽക്ക്. ചോക്ലേറ്റ്സ് ഇഷ്ടം. ചോക്ലേറ്റ്സ്, ഐസ്ക്രീം, അതൊക്കെ എനിക്ക് ഇഷ്ടം. ചേട്ടന്റെ ഫേവറേറ്റ് ഫുഡ് പൊന്നു ഉണ്ടാക്കുന്നത്? ചിക്കൻ. ഞാൻ തന്നെ പറയണ്ടേ? കറക്റ്റാ? ചിക്കൻ തന്നെ ആയിരിക്കും. അതായിരിക്കും ഞാൻ കൂടുതൽ ഉണ്ടാക്കുന്നത്. ബീഫൊക്കെ അവിടെ വെക്കണത് വ്യത്യാസ. അപ്പൊ അത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവാറില്ല. ഇവള് ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ നാളെ ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞു, ഇതുവരെ ഉണ്ടാക്കി തന്നിട്ടില്ല. ചിക്കൻ മാത്രം ഉണ്ടാക്കി തരാറുണ്ട്. അതാണ് എനിക്ക് ചിക്കൻ ഇഷ്ടം. വേറെ ഒന്നും ഓപ്ഷൻ ഇല്ല. ഇത്ര ആലോചിക്കണത് വേറെ ഓപ്ഷൻ ഇല്ല. ചിക്കൻ ഉണ്ടാക്കും. ഓക്കെ, അമ്മച്ചി ഉണ്ടാക്കുന്നതിൽ പൊന്നൂന്റെ ഫേവറേറ്റ് ഫുഡ്? എല്ലാം ഞാൻ തിന്നും. അമ്മിച്ച് ഉണ്ടാക്കണേല് നിന്റെ അല്ലാതെ ഇവള് കഴിക്കും. പക്ഷെ ഫേവറേറ്റ് ഫുഡ് ഇതേപോലെ തന്നെ ഈ ബീഫും കപ്പയും ഇട്ടിട്ട് ഉണ്ടാക്കണത് അവള് ഇഷ്ടം അല്ലേ? അല്ല, ഞാൻ എല്ലാം കഴിക്കും. എനിക്ക് എനിക്കിഷ്ടാണ്. അതാണ് ഏറ്റവും ഇഷ്ടം.
ഏറ്റവും ഇഷ്ടം എല്ലാം ഇഷ്ടം, ഒന്നുമല്ല. എല്ലാം എനിക്ക് ഇഷ്ടം. എല്ലാം ഇഷ്ടം. ഞാൻ എല്ലാം കഴിക്കും. അല്ല എനിക്ക് അമ്മിച്ചും സ്പെസിഫിക് അമ്മിച്ചും ആയിട്ട് നോൺ ഇന്നത് നല്ല രീതിയിൽ വെക്കും. വേണമെന്നൊന്നുമില്ല. നോൺ നല്ല രീതിയിൽ വെക്കും. വെജിറ്റബിൾ അമ്മച്ചി വെക്കാറില്ല. ഞാൻ വീട്ടിൽ തന്നെ വെക്കാറില്ല. അതായത് നോൺ നല്ല രീതിയിൽ വെക്കും. അമ്മച്ചിക്ക് ഇഷ്ടമല്ല, കുറച്ച് കഴിക്കത്തുള്ളൂ. മീൻ നിർബന്ധമാണ്. അമ്മച്ചിക്ക് മീൻ ഇഷ്ടം. ഞങ്ങൾക്ക് ചിക്കൻ ബീഫ് അങ്ങനെ എന്തെങ്കിലും. എനിക്ക് മീൻ ഇഷ്ടല്ല. ഞാൻ കഴിക്കില്ല. എനിക്ക് ഇഷ്ടല്ല. ഞാൻ കഴിക്കും. അത് കഴിക്കും. മുള്ളില്ലാത്ത മീനുകളുണ്ടല്ലോ, ഈ ഇങ്ങനെ തുരു കുഞ്ഞു കുഞ്ഞു മുള്ളുകളില്ലാത്ത മീനുണ്ട്, അതാ ഞാൻ കഴിക്കുള്ളൂ. വലിയ മീൻ അത് കഴിക്കില്ല. കുഞ്ഞു കുഞ്ഞു മുള്ളുള്ളത് കഴിക്കുള്ളൂ. കുഞ്ഞു മുള്ളുള്ളത് കഴിക്കില്ല. ആഹാ. വലിയ അങ്ങനെയല്ല നീ ഇപ്പൊ പറഞ്ഞത്. ആണോ? സോറി. കുഞ്ഞു മുള്ളുള്ളത് ഞാൻ കഴിക്കില്ല. വലിയ മുള്ളുണ്ടല്ലോ, അത് എളുപ്പമാണല്ലോ. അതന്നെ. മുള്ളുണ്ടാവില്ലല്ലോ. മുള്ളുണ്ടാവാത്ത മീനാണ് കഷ്ടപ്പെടാണ്ട് ഞാൻ കഴിക്കണം. അത്ര അത് മാത്രല്ല, അത് ആ മീൻ മുള്ളുള്ള മീൻ കഴിച്ചു കഴിഞ്ഞാൽ അത് എന്റെ ചങ്കില് ഇരിക്കും. അത് എങ്ങനെയും ഒക്കെ ഇരിക്കും. എപ്പോ കഴിച്ചാലും. എപ്പോ കഴിച്ചാലും അപ്പൊ എന്തിനീ പണിക്കുന്നത്? ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ മോട്ടീവ് എന്താണെന്നറിയോ? ഞങ്ങളിപ്പോ ഒരു ഫുഡിന്റെ പേജ് തുടങ്ങിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ. എന്താടി പറഞ്ഞത്? ബോൺജോർ തൃശ്ശൂർ എന്നാണ്. അതായത് ഫുഡ് തൃശ്ശൂർ ബേസ്ഡ് ആയിട്ട് ഫുഡ് ഓൺലി. ഫുഡ് ഓൺലി മാത്രല്ല, തൃശ്ശൂരുള്ള സംഭവങ്ങൾ മാത്രം. അതില് ഞങ്ങളുടെ മോട്ടീവ് തന്നെ ഇതാ. ഓൺലി അല്ല, നോ ടോക്ക് ഓൺലി തീറ്റ. അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇന്നലെയാന്ന് തോന്നുന്നത് അത് എഡിറ്റ് ചെയ്തത് അല്ലേ? അത് അല്ല, ഈ ഡയലോഗ് ഞങ്ങൾ ഇടയ്ക്ക് പറയാറുണ്ട്. ചെന്നാ അതിന്റെ ആഡ് ചെയ്താലോ വീഡിയോന്റെ ഇടയ്ക്കല്ലേ ഡയലോഗ് ഞാൻ നോ ടോക്ക് ഓൺലി തീറ്റ. മോട്ടീവായിട്ട് എഴുതി വെച്ചാൽ. എഴുതി വെച്ചിരുന്നു. അപ്പൊ ഓണമൊക്കെ നമുക്കിപ്പോൾ ഓണത്തിന്റെ ഒരു ചെറിയ സെഗ്മെന്റ്, 2-3 ക്വസ്റ്റ്യൻസ് ഓണമായിട്ട് വന്നു. മലയാള മാസം തെറ്റാതെ ഓർഡറിൽ പറയാമോ? മലയാള മാസം ഞാനാദ്യം പഠിക്കാനാണ് നിനക്ക്. എനിക്ക് പഠിക്കാൻ. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം കറക്റ്റാണോ? ധനു, മകരം, മേടം, കുംഭം. ഓർഡർ തെറ്റി. ഞാൻ പറയാം. അത്ര അറിയുള്ളൂ. ചിങ്ങം, കന്നി. ശരിയാണോ നോക്കി? ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. അതിന് വേണ്ടിട്ടുള്ള എന്നോട് ആദ്യം പറയാൻ പറഞ്ഞത്. അറിയാം തെറ്റുന്നത്. ആദ്യം ഞാൻ പറയാതെ തന്നെ ചോദിച്ചിട്ട് തെറ്റിച്ചോണ്ട് നമുക്ക് പണിഷ്മെന്റ് കൊടുക്കാം. ഓ അങ്ങനെയുണ്ടല്ലേ? അതുണ്ടായിരുന്നല്ലേ? ഞാൻ മറന്നു. ഇതായാലും നേരത്തെ ഇല്ലട്ടാ. ഈ 2 പഴഞ്ചൊല്ല് ഓണത്തിനെ കുറിച്ചുള്ളത്. അത് പറഞ്ഞോ? അറിയാം. എന്താ? എനിക്കറിയില്ല. അറിയില്ല ഓണത്തിനെ കുറിച്ചുള്ള പഴഞ്ചൊല്ലോ നിനക്കറിയോ? മറ്റേ സാധനം കാണാൻ പറ്റും. ഓണം ഓണോ? അടുത്തത് പിന്നെ അത്തമ്പത്തിന് തിരുവോണം. അത് പഴഞ്ചൊല്ലാണോ? അത് പഴഞ്ചൊല്ലല്ല. അതങ്ങനെ അല്ല, അത് പഴഞ്ചൊല്ലല്ല. ഞാൻ അമ്മയ്ക്ക് കൊടുത്തത്. നീ ഒന്ന് കറക്റ്റ്. ഓക്കെ. അത്തം കറുത്താലും ഓണം വെളുക്കും. പിന്നെ വെറുതെ പറയണില്ലേ? കേട്ടിട്ടുണ്ട്. പഴഞ്ചൊല്ലല്ലേ? ചേട്ടനോട് ചോദിക്കും. അവനൊക്കെ നിന്റെ കൂട്ടാ. ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ഏതാ പറഞ്ഞ? അത്തം കറുത്താലും തേങ്ങന്നെ. അത്തം കറുത്താലും ഓണം വെളുക്കും. പിന്നെ ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ. ശരിയാ. വലിയ പുള്ളിയാണ്. ചാണം വെച്ച് ഓണം ഉണ്ണണം. പിന്നെ ഇങ്ങനത്തെ കുറെ അവൾക്ക് അവസരം കൊടുക്കാൻ വേണ്ടി. ഓക്കെ. പുലികളി നടക്കുന്ന ജില്ല തൃശ്ശൂര്. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പോയിട്ടില്ല. പുലിക്കളി സൗണ്ട് അങ്ങോട്ട് വരില്ല. ടിവിയിൽ കാണും. ടിവിയിൽ നമുക്ക് കാണാൻ പറ്റും. അതിരുന്ന് കാണും. അല്ലാണ്ട് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഭയങ്കര തിരക്കാണ്. പിന്നെ ചിലപ്പോ മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബ്ലോക്കും ആകെ ബുദ്ധിമുട്ടാണ് പോവാനായിട്ട്. ചതയത്തിന്റെ അന്നാന്ന് തോന്നുന്നു നടക്കുന്നത്. നാലാം ഓണത്തിന്റെ അന്ന് നടക്കുക. ഓണം കഴിഞ്ഞിട്ടാ. അത്തച്ചമയത്തിന് പ്രസിദ്ധമായ സ്ഥലം ഇത് എറണാകുളം അല്ലേ? ആ സ്ഥലം കൊച്ചി. പിന്നെ അത്തച്ചമയത്തിന് അങ്ങനെ സ്പെസിഫിക് സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലമൊക്കെ ഉണ്ടടാ. അല്ല എന്തിനാ അത്തച്ചമയെന്ന് വെച്ചാ? എനിക്കറിഞ്ഞൂടാ. അങ്ങനെ ഒരു സമയമുണ്ട്. കാക്കനാടാണോ? കാക്കനാടാണോ? പിന്നെ തൃപ്പൂണിത്തറ. തോറ്റു. കൊടുക്ക്, സാധനം കൊടുക്ക്. നീ ഉത്തരം പറഞ്ഞില്ല. എന്നാലും നീ എടുക്കണം. മാവേലി വന്നിട്ട് 3 വരം തരാമെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചോദിക്കും? 3 വരം കാശ് അടിച്ചു ചോദിക്കാൻ പറ്റും. ചോദിക്കാം.
എന്നിട്ട് 10 കോടി തരാൻ പറയാം. ഒന്ന് ആ 10 കോടി മതി. അത് മതി, അങ്ങനെ വലിയ ഇതൊന്നും വേണ്ട. 10 കോടി മതി. 10 കോടി ആ, നമ്മുടെ ഇതൊക്കെ നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാ പോരെ, എപ്പൊ കാശ് ചോദിച്ചാലും കിട്ടുന്നൊരു വരം അതൊന്നും നമുക്ക് വരാം. വേണ്ട. നമുക്ക് അങ്ങനെ അത്യാഗ്രഹം ഇല്ല. നമുക്ക് 10 കോടി മതി. ഒന്നിച്ച് കിട്ടാതെ ആ ഒന്ന് ചെയ്യണം. വൺ ടൈം സെറ്റിൽമെന്റ് അത് മതി. അടുത്ത വരം 10 കോടി കിട്ടത്തന്നെ നമ്മളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പൊ ഇനി വേറെ പ്രത്യേകിച്ച് വരൊന്നും വേണ്ട. 10 കോടി എത്ര പൂജ്യം ഉണ്ടെന്നറിയോ? എത്ര പൂജ്യം ഉണ്ട്? വേണ്ട, 9 പൂജ്യം. അടുത്ത വരം പറയും. 9 പൂജ്യം 8 പൂജ്യം 8 പൂജ്യം ഉണ്ടാവും. ഓക്കെ, അടുത്ത വരം ആ, അറിയില്ല. ഞാൻ കണക്കിന് വീക്കാണ്. 8 പൂജ്യം എത്ര പൂജ്യം ഉണ്ടാവും? 8 പൂജ്യം. 8 പൂജ്യം. അടുത്ത വരം പറ. അടുത്ത വരെ എനിക്ക് അത് മതി. ഒരു വരം മതി. എനിക്ക് ഒരു വരെ മതി. 10 കോടി അത് പറ്റില്ല, സെറ്റിലാണ്. അങ്ങനെ പറ്റില്ല. 3 വരം പറയണം. സിമ്പിൾ കാര്യമല്ലേ പറഞ്ഞു. ഇനി എന്താ 10 കോടി ഓക്കെ. അത് കിട്ടി എല്ലാം കഴിഞ്ഞു. ചോദിക്കണ്ട എനിക്ക്, അത് മതി. അത് വന്നാ പിന്നെ നമുക്ക് വേറെ തിരിഞ്ഞു നോക്കണ്ട. മതി. എന്നാൽ അതിന്റെ കൂടെ എക്സ്ട്രാ വേറെ എന്തെങ്കിലും ആ പിന്നെ ഒരു 100 വയസ്സ് വരെ ജീവിക്കാൻ പറ്റണം. എന്നാലേ 10 കോടിയുടെ കാര്യം ഉണ്ടല്ലോ. 100 വയസ്സ് വരെ അസുഖങ്ങളൊന്നും പാടില്ല. അതെ, അസുഖം പാടില്ല. അത്രേ ഉള്ളൂ. അത് മതി. കറക്റ്റ്. മഹാവിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമാണ് വാമനൻ? ഓ അത് എനിക്ക് അറിയില്ല. എടാ നിനക്കുള്ളതാണ് ആ question. നിന്നോടാ ചോദിച്ചേ, എന്നോടല്ല. അടുത്ത ചോദ്യം എന്നോട്. എനിക്ക് അതിനെ കുറിച്ച് വലിയ അറിവില്ല. അഞ്ചാമത്തെ അല്ലേ. താങ്ക് യു രസം. ഇൻഫർമേഷൻ. ആങ്കറിന് ഒരു ടാസ്ക് കൊടുക്കാം. You can choose. യുവർ ചോയ്സ്. ആങ്കറിന് ഒരു ടാസ്ക് കൊടുക്കാം. യുവർ ചോയ്സ്. ഞാൻ എവിടെ Your choice, നിന്റെ choice. അത് എന്റെ ചോയ്സ് ആണ്. ആങ്കറിന് ഒരു പണി കൊടുക്കും. നിന്റെ അവസരമാണ്, നീ എടുത്തോ. വേഗാവട്ടെ. പണി പറ. എന്തെങ്കിലും ടങ് ട്വിസ്റ്റർ പറഞ്ഞാ മതി. നീ പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞു കൊടുക്കണല്ലോ. ഞാൻ പറഞ്ഞെടുക്കുമ്പോ എനിക്കത് അറിയണ്ടേ. ഒളരിയിൽ മുരളി കളരി പഠിക്കാൻ പോയി. അങ്ങനെ തന്നെയാണ് അത്. ആ ഒളരിയിൽ മുരളി കളരി പഠിക്കാൻ പോയി. ഒളരിയിൽ മുരളി 10 പ്രാവശ്യം പറയാം കേട്ടോ. 5 പ്രാവശ്യം പറയും. ഫാസ്റ്റ് ആയിട്ട്. സ്പീഡില്. ഒളരയിൽ മുരളി കളരി പഠിക്കാൻ പോയി. ഒളരിയിൽ മുരളി കളരി പഠിക്കാൻ പോയി. ഒളരിയിൽ മുരളി കരളി പഠിച്ചു. പോയി പോയി പോയി. ഒളരിയിൽ മുരളി കളരി പഠിക്കാൻ. ഒളരിയിൽ മുരളി കളരി പഠിക്കാൻ പോയി. ഒരളിയിൽ ഇത് മര്യാദക്ക് പറഞ്ഞിട്ട് നീ കണ്ടില്ല. ചതി. എവിടെ എന്റെ ആശാൻ? ഒളരിന്നാണോ? ഒളരി. ഒളരിയിൽ മുരളി കളരി പഠിക്കാൻ പോയി. 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 വേണ്ടായിരുന്നു. ഓണം കേറാൻ മൂല എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? ഞാനിത് അർത്ഥം പറയുന്നില്ല. എനിക്കത് പറയണ്ട. ഓണം കയറാമൂല എന്ന് പറഞ്ഞാൽ പുരോഗമനൊന്നും വരാത്തൊരു സ്ഥലം. അത്രേ ഉള്ളൂ. ഡെവലപ്ഡ് വരാത്ത സ്ഥലം എന്തോ ഉണ്ടല്ലോ. അതെ, എന്റെ വീട് ഇരിക്കണത് കുറച്ച് റൂറൽ ഏരിയ. അതുകൊണ്ട് പറയണതാണ്. അത് പെട്ടെന്ന് എടുത്തത്. അല്ല, ഞാൻ എപ്പോഴും പറയാറുള്ളതാ. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. അത് ആളോട് പറഞ്ഞോളാൻ പറഞ്ഞത്. അതുകൊണ്ടാണ്. നമ്മുടെ പ്രയോഗത്തിന്റെ ഒരു പേര് പറയുന്നത് ഓണം കയറാമൂല. എന്താ നമ്മളതിനെ പറയില്ലേ? ഒരു ഇതായിട്ട് പുരോഗമനൊന്നും വരാത്ത സ്ഥലമാണോ? അതിന് പർട്ടിക്കുലർ വാക്കുണ്ടോ? നമ്മളിങ്ങനെ പറയല്ലോ. പറഞ്ഞു കൊടുക്കും. അതെനിക്കറിയില്ല. കുഗ്രാമം. കുഗ്രാമം. ഇനി അങ്ങനെ പറയാം. അതല്ലേ ഞാൻ അങ്ങനെ പറയുള്ളൂ. ഏത് കാട്ടുമുക്കിയതാ അങ്ങനെ ചോദിക്കാലോ. ഞാൻ അതെടുക്കണ്ടേ? എനിക്കുള്ള പണി എടുത്തോ. സിനിമയിലുള്ള ഓണപ്പാട്ട് കഴിഞ്ഞ ഓരോ കൂടി വെറുതെ ലാസ്റ്റ് എടുത്തോന്നു. ഓരോ ഓണപ്പാട്ട് പാടുക. പാട്ട് പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പാട്ട് പഠിച്ചിട്ടുണ്ട്, ഡാൻസ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അറിയില്ല. പാട്ട് പഠിച്ചിട്ടുണ്ടെന്നുള്ളോ.
എനിക്ക് നാണ പാടാൻ എന്നെ ഒരു ദിവസം എന്നോട് പാട്ട് പാടാൻ പറഞ്ഞിട്ട് എന്നെ ഒരു ദിവസം പൊന്നിസ് കളിയാക്കി. ഞാൻ പാട്ട് പാടിപ്പോ ഞാൻ അത്രയും ഇതില് ഞാൻ പാടുകയാണ്, അപ്പൊ എന്നെ കളിയാക്കി. അതേ പിന്നെ എനിക്ക് പാട്ട് പാടാനുള്ള കോൺഫിഡൻസ് അല്ല, എനിക്ക് പാട്ട് പാടാനുള്ള കോൺഫിഡൻസ് പോയത്. പിന്നെ ഞാൻ ആള് പറയുന്നത് ഞാൻ പാടാറില്ല. എനിക്ക് എവിടെയും പാടാനായിട്ട് എനിക്ക് ഒരു ഇത് കിട്ടുന്നില്ല. കലാകാരി യൂട്യൂബ് ലൈവില് ഓർമ്മയില്ല. ഇൻസ്റ്റാഗ്രാമിനകത്ത് പാട്ട് കിടക്കണ്ടല്ലോ, പണ്ടത്തെ ഇൻസ്റ്റാഗ്രാമിലേക്ക് നോക്കി പാട്ട് പാടാ, ഓണപ്പാട്ട് പാട്. ഇല്ല, ഞാൻ ആളിരിക്കുമ്പോ ഞാൻ പാടാറില്ല. ഞാൻ നിന്നിട്ട് പോണോ? എനിക്ക് മടിയാ. രണ്ടുപേര് നാണാണ്. രണ്ടുപേര് ഞാൻ അങ്ങോട്ട് തിരിച്ചിരിക്കാം. എന്നെ നോക്കണ്ട. നീ ചിരിക്കും. ഇല്ല, എനിക്കറിയാം നീ ഇല്ലടി. നമുക്ക് ലാസ്റ്റ് പണിഷ്മെന്റ് കൊടുക്കാം. ഓക്കെ, ഞാൻ ചിരിച്ചാ പണിഷ്മെന്റ് ഞാൻ എടുക്കാം. ഓണത്തിനെ കുറിച്ച് വേണല്ലേ? എനിക്ക് വലിയ അറിവില്ല. ലിറിക്സ് നോക്കിയാണെങ്കിൽ യൂട്യൂബ്. അയ്യോ, തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. അത് കഴിഞ്ഞിട്ട് എനിക്കറിയില്ല. അടിപൊളിയായിരുന്നു. പക്ഷെ ഒന്നും ഒരു പാട്ടും കൂടെ പാടിക്കരുത്. എനിക്ക് അത്രേ അറിയുള്ളൂ. അപ്പൊ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. നന്നായിട്ട് പാടി കേട്ടോ. ഇടയ്ക്ക് പാട്ടൊക്കെ പാടിയിടുന്നേ. വേണ്ടേ? ഇതുകൊണ്ട് ഞാൻ പറഞ്ഞൂടാ. മഹാബലിയുടെ യഥാർത്ഥ പേര്? എനിക്ക് പേര് ഓർമ്മ എന്തുവാ, മറ്റേ ശശി നോക്കിയ പേര് ഓർമ്മ. അത് ഏതോ ഒരു ഇതിലുണ്ടല്ലോ. എനിക്ക് അങ്ങനെ പെട്ടെന്ന് മഹാബലിക്ക് വേറെ പേരുണ്ട്, ശരിക്കുള്ള പേരുണ്ട്. ആ ഉണ്ട്. എനിക്ക് ഓർമ്മയില്ല. എന്തോ ഒരു രാജാവ്, ആള് രാജാവല്ലായിരുന്നേ? അങ്ങനെ എന്തോ. മഹാബലി എന്നുള്ള നിക്നെയിം ആണോ? എളുപ്പത്തിന്. അതെ. എനിക്കറിയില്ല. അറിയില്ല. മറ്റേ അശോക ചക്രവർത്തി അങ്ങനെയാണോ? അല്ല അതല്ല. തോറ്റു. ഇന്ദ്രസേനൻ. ഇന്ദ്രസേനൻ. ഓണത്തെ കുറിച്ച് 5 വാക്യത്തിൽ കുറെ സംസാരിക്കാം. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ നമ്മൾ ഇതൊക്കെ എന്തോരം പറഞ്ഞേക്കണം. 5 വാക്യല്ല, 5 വാക്യം പറയും. ഓണം കേരളീയരുടെ ദേശീയോത്സവമാണ്. ഇതൊക്കെ നമ്മൾ പറയാറുള്ളതാ. ഓണം ജാതിഭേദം മതമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. പിന്നെ ഓണത്തിന് അത്തം മുതൽ 10 വരെയാണ് നമ്മൾ ഓണം. അത്തം 10 തിരുവോണം അങ്ങനെയല്ല, അത്തം മുതൽ 10 വരെയാണ് നമ്മൾ ഓണം കണക്കൂട്ടുക. അങ്ങനെ എന്തൊക്കെ ഉണ്ടല്ലോ. അത്തം മുതൽ 10 വരെയാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. പിന്നെ എന്തിട്ടാ, ഓണത്തിന് നമ്മള് സാമ്പാർ തൊട്ട് എല്ലാം സദ്യ ഉണ്ടാക്കും, പൂക്കളിടും, പായസം വെക്കും, സദ്യ ഉണ്ടാക്കും, സദ്യ ഉണ്ടാക്കും. 5ാമത്തെ ഓണത്തിന് പുലിക്കളി ഉണ്ടാവും. ഇതൊക്കെ നമ്മള് മുന്നേ പഠിച്ചിട്ടുള്ളതാ. എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നില്ലേ? ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നൊന്നുമില്ല, വെറുതെ പറയാ. അത് ഇംഗ്ലീഷ് മീഡിയത്തിലായാലും മലയാളത്തിൽ പഠിക്കും. അതെല്ലാവർക്കും ഓണമുള്ളതല്ലേ? ഓക്കെ, അപ്പൊ ഓണമൊക്കെ ആയിട്ട് നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എല്ലാവരും അടിപൊളിയായിട്ട് ഓണാഘോഷിക്കുക. ഉള്ളതുപോലെ ഓണാഘോഷിക്കുക. ഉള്ളതുപോലെ ഓണാഘോഷിക്കുക. ഇങ്ങനെയല്ല എല്ലാവരും പറയാം, എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ. അങ്ങനെയല്ലേ പറയാ? എനിക്കിഷ്ടാണ്. അങ്ങനെയാണോ നമ്മൾ പറയാറ്? ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളത്, ഇന്റർവ്യൂസിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ. ഒരുമിച്ച് പറയാം. എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും ഒന്നും കൂടി ആയം തൊട്ട് പറ. എല്ലാവർക്കും ഞാൻ പറയാം. 1 2 3 സ്റ്റാർട്ട്. എല്ലാവർക്കും ചുണ്ടനക്കുന്നു. റെഡി? 1 2 3 സ്റ്റാർട്ട്. എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയും ഓണാശംസകൾ പറഞ്ഞാൽ എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ. വെറുതെ പറഞ്ഞപ്പോ കറക്റ്റ് ആയി പോയി.
ഞങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് പറയാൻ അറിയില്ല. അത് സത്യമായിട്ടും ഇതിപ്പോ നമ്മളിങ്ങനെ ഞങ്ങളുടെ വീഡിയോ പോലെ തന്നെ അല്ല നാച്ചുറൽ ആയിട്ട് അതെ, എല്ലാം ഞങ്ങളുടെ ക്യാമറ ആണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് കുറച്ചും കൂടി കംഫർട്ട്. എല്ലാവർക്കും ഹാപ്പിയാണ് ഗൈസ്. അപ്പൊ ഹാപ്പി ആണോ? അപ്പൊ happy അടിപൊളി. ഹസിവാവയുടെ കൂടെ അടിപൊളി ഒരു ഓണം. അതെ, ഓണം പ്രാവശ്യം ഓണം ഹസിബയുടെ കൂടെ. പ്രശസ്തിന്റെ കൂടെയാണ് ഓണം ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും happy നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ആണോ? സോനയ്ക്ക് ഹാപ്പി ആണോ? അതെ, ഞങ്ങളുടെ ഡിസ വ്ലോഗ്സിന്റെ വക എല്ലാവർക്കും ഹാപ്പി. Happy പിന്നെ ആണോ? മാറ്റിൻ ലൈവിന്റെ വക ഹാപ്പി ആണോ? അതെ. അത് പറയാണ്ട് അവിടെ ഇരിക്കുക. ഹാപ്പി ആണോ? പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ സൈനിങ് ഓഫ് സോന.